ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനു പൂമാല കളയാൻ തുടങ്ങുമ്പോൾ സൂരജ് പറയും, എന്താണേലും അതങ്ങനെ കളയണ്ട, പൂജിച്ചതല്ലേ, ഇങ്ങ് തരാൻ പറഞ്ഞ് മീനുൻ്റെ അത് വാങ്ങും. എന്നിട്ട് കാറിൻ്റെ ഡിക്കി തുറന്ന് ബാഗിനകത്തോട്ടോ കാറിനകത്തോട്ടോ എന്തോ അത് ഇടുന്നുണ്ട്. പിന്നെ അവർ യാത്ര തുടരും. സൂരജ് സ്പീഡിൽ പോകുമ്പോൾ മീനുവിന് പേടിയാവുന്നുണ്ട്. അവളത് തുറന്ന് പറയും. മീനുവിന് സ്പീഡ് പേടിയെന്ന് മനസ്സിലാക്കി സൂരജ് വീണ്ടും വണ്ടി സ്പീഡിൽ കൊണ്ടുപോകും. മീനു പറയും, സാർ, ഒരാൾ ഒരു കാര്യം പേടിയുണ്ടെന്ന് സമ്മതിച്ചാൽ പിന്നെ അത് തന്നെ കാണിച്ച് അവരെ പേടിപ്പിക്കുകയല്ല വേണ്ടത്. സാർ ഇങ്ങനെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. സൂരജിന് അതൊന്നും കേട്ടിട്ട് വലിയ കൂസലില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർക്ക് വഴി തെറ്റി പോകുന്നുണ്ട്. മുന്നേ പോയവരെ അവർ കാണുന്നില്ല. അവരെ വിളിക്കുമ്പോഴത്തേക്കും അവർ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ വരാൻ പറയും. അതിൻ്റെ ഇടയിൽ സൂരജ് മീനുവിനെ ഒന്ന് പേടിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. മീനു അന്നേരം തന്നെ കത്തിയെടുക്കും. അതുകൊണ്ട് സൂരജാണ് പേടിച്ചു പോകുന്നത്. മീനു ആ കത്തി ഉപയോഗിച്ച് ആപ്പിൾ കട്ട് ചെയ്ത് സൂരജിന് കൊടുക്കുന്നുണ്ട്. സൂരജിന് മനസ്സിലാവും അവൻ്റെ നമ്പറൊന്നും അവളുടെ അടുത്ത് ചിലവാകില്ലാന്ന്. ഈ സമയം ചിന്താമണിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ അമ്മ. നീ ഇവിടെ വന്ന് സൂരജിനെ വളച്ചെടുക്കാനല്ലേ, എന്നിട്ടുള്ള പാചകവും അടുക്കളപ്പണിയൊക്കെ ആയിട്ട് നിൽക്കുകയെന്ന്. ചിന്താമണി പറയും, അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെ അമ്മേന്ന്. അവർ പറയും, ഈ പാർവതി എല്ലാത്തിനും കാരണം, മോളെ ഒരുത്തിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കുമല്ലേ ഇത്. ചിന്താമണി പറയും, അമ്മ എന്തെങ്കിലും ചെയ്ത് സൂരജേട്ടനെ എനിക്ക് തന്നെ തരണമെന്ന്. അവർ പറയും, നിങ്ങളുടെ കല്യാണം നടത്തിയിട്ടേ ഇനി ഞാൻ ഇവിടുന്ന് പോകത്തുള്ളെന്ന്. ഈ സമയം പാർവതി സൂരജിൻ്റെ അമ്മാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മീനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവളെ തിരികെ വിളിക്കുന്നില്ല എന്നും പറയും. അമ്മമ്മ പറയും, ഞാനും മുമ്പേ സൂരജിനെ വിളിച്ചിരുന്നു, കിട്ടുന്നില്ല എന്ന്. അവർ പോയത് വനപ്രദേശത്തേക്കല്ലേ, അവിടെ ഫോണിനൊന്നും റേഞ്ച് കാണില്ല. പാർവതി ടെൻഷൻ ആവണ്ടെന്ന് പറയും. ചിന്താമണിയുടെ അമ്മ സുമതി വന്നിട്ട് പറയും, ഇത്രയ്ക്ക് പേടിയായിരുന്നെങ്കിൽ പാർവതിക്ക് അവരോട് പൊക്കൂടായിരുന്നു എന്ന്. അമ്മമ്മ പറയും, ഇത് അവർ ഒഫീഷ്യൽ ട്രിപ്പ് അല്ലേ, അതിൻ്റെ കൂടെ ബന്ധുക്കാർക്കൊക്കെ പോകാൻ പറ്റുമോ? അവർ പറയും, എന്ത് ഒഫീഷ്യൽ ട്രിപ്പ്, ചിന്താമണിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ, അവളുടെ കാല് മേലാതെ വന്നുകൊണ്ടല്ലേ, അതിൽ പാർവതിക്ക് പോകാമായിരുന്നല്ലോ. പാർവതി പറയും, പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരുടെ കൂടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ, അവർക്കതൊരു ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ. സുമതി പറയും, വേണേ ചക്ക വേരിലും കഴിക്കും, പക്ഷെ വേണമെന്ന് നമ്മൾ വിചാരിക്കണം. എന്നിട്ട് സുമതി ഓരോന്നൊക്കെ കുത്തി പറയുമ്പോഴത്തേക്കും അമ്മാമ്മയ്ക്കത് ദേഷ്യം വരും. അമ്മാമ്മ സുമതിയോട് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, പാർവതി പോയി സമാധാനമായിട്ടിരുന്നോ, മീനോ സൂരജോ ആരെങ്കിലും വിളിക്കാതിരിക്കില്ല, വിളിച്ചു കഴിഞ്ഞാൽ ആ വിവരം അറിയിക്കാന്ന്. പാർവതി എവിടുന്ന് പോകും. അമ്മാമ്മ സുമതിയെ വഴക്ക് പറയുന്നുണ്ട്. അവർക്കതൊന്നും ഒരു കൂസലും ഇല്ല. ഈ സമയം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ടീം സൂരജിനെയൊക്കെ കാത്തു നിൽക്കുകയാണ്. അവരെ എന്നിട്ടും കാണുന്നില്ല. അവർ വരാതെ ഇവർക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അവർ വന്ന വഴിയെ തന്നെ തിരികെ പോകാൻ തീരുമാനിക്കും. അന്നേരം എവിടെയെങ്കിലും വെച്ച് സൂരജിനെ മീനുവിനെയും കാണാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നിരുപമ സുപ്രിയയും കൂടെ ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് മീനുവിനെതിരെ. മീനു ഇവിടെ 2-3 ദിവസം ഇല്ല. ആ സമയത്ത് എന്തെങ്കിലും അവൾക്കെതിരെ ചെയ്യണം എന്നാണ് അവർ വിചാരിക്കുന്നത്. സൂരജ് നോക്കുമ്പോൾ മീനു ഇരുന്ന് ഉറങ്ങുവാണ്. സൂരജിന് ദേഷ്യം വരും. അവൻ വണ്ടി നിർത്തുമ്പോൾ പെട്ടെന്ന് മീനു കണ്ണ് തുറക്കും. എന്ത് പറ്റി സാറിന് ചോദിക്കുമ്പോൾ അവൻ പറയും, തനിക്ക് വെറുതെ കാഴ്ചയും കണ്ടിരുന്ന് അങ്ങ് ഉറങ്ങിയാൽ പോരെ, എനിക്കങ്ങനെയല്ല, വണ്ടി ഓടിച്ച് ഇത്ര ദൂരം ആയപ്പോൾ മടുത്തു. ഇതാ പറയുന്നത്, ലോങ് പോകുമ്പം ഡ്രൈവിംഗ് അറിയുന്ന ആരെങ്കിലും കൂടെ കൂട്ടണമെന്ന്. എന്നിട്ട് സൂരജ് വെളിയിലേക്ക് ഇറങ്ങും. മീനുവും പുറകെ ഇറങ്ങുന്നുണ്ട്. മീനു പറയും, വണ്ടി ഓടിക്കുന്നത് ഇത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സൂരജ് പറയും, അത് ഡ്രൈവിങ് അറിയത്തില്ലാത്ത ഒരാൾക്ക് അങ്ങനെ പലതും തോന്നും. നിൻ്റെ തുക്കട സ്കൂട്ടർ ഓടിക്കുന്ന പോലെയൊന്നും അല്ല കാർ ഓടിക്കുന്നത്. അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നിനക്ക് ഓടിക്കാനൊന്നും അറിയില്ലല്ലോ. അത് കേട്ട് മീനു ദേഷ്യത്തോടെ നിൽക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. മിക്കപ്പോഴും മീനുവിന് ഡ്രൈവിംഗ് അറിയായിരിക്കും. അവൾ തന്നെ മുന്നോട്ട് വണ്ടി ഓടിക്കുമെന്നാണ് തോന്നുന്നത്.